ഇടുക്കി കുമളിയിലെ സ്വകാര്യ ബസ് കണ്ടക്ടറായ രഞ്ജീഷിന്റെ അപ്രതീക്ഷിത വിയോഗം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ഇനിയും മുക്തരാകാതെ നാടും നാട്ടുകാരും. മകനെ വിട്ടുപിരിഞ്ഞതിലുള്ള കടുത്ത മാനസിക വിഷമത്തെ തുടർന്ന് ഒരാഴ്ച മുൻപ് വിഷം കഴിച്ച രഞ്ജീഷ് ബുധനാഴ്ചയാണ് മരിച്ചത്. രഞ്ജീഷിന്റെ മരണവാർത്തയറിഞ്ഞ് സോഷ്യൽ മീഡിയയിലുടനീളം അദ്ദേഹത്തെക്കുറിച്ചുള്ള വികാരനിർഭരമായ പോസ്റ്റുകളും ഓർമ്മപ്പെടുത്തലുകളും നിറയുകയാണ്. ഈ വിയോഗം വലിയ രീതിയിൽ നോവിക്കുന്നുവെന്ന് പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും പ്രതികരിച്ചു. രഞ്ജീഷിന്റെ മരണം തന്നെ ഏറെ വേദനിപ്പിച്ചുവെന്നും ഇത് ആത്മഹത്യയാണെങ്കിലും യഥാർത്ഥത്തിൽ ഒരു കൊലപാതകമാണെന്നും ഭാഗ്യലക്ഷ്മി ഫേസ്ബുക്കിൽ കുറിച്ചു. 8 വർഷക്കാലം നെഞ്ചോട് ചേർത്ത് വളർത്തിയ കുഞ്ഞിനെ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റുന്നത് പോലെ പറിച്ചെടുത്തുകൊണ്ട് പോയപ്പോൾ ആ പെൺകുട്ടി അയാളെ കൊല്ലുകയായിരുന്നു. കുഞ്ഞിന് എന്നെങ്കിലും സ്വന്തം അച്ഛന്റെ അടുത്തേക്ക് വരാൻ പോലും ആകാത്ത വിധം ആ മകന്റെ ബാല്യത്തെയും ആ അമ്മ കൊന്നുകളഞ്ഞുവെന്ന് ഭാഗ്യലക്ഷ്മി കടുത്ത ഭാഷയിൽ വിമർശിച്ചു. അച്ഛന്റെ മനസ്സിൽ നിന്ന് മകന്റെ ഓർമ്മകൾ ഒരിക്കലും മാഞ്ഞു പോകില്ലെന്നും ഈ ദാരുണമായ സംഭവത്തിൽ ആ അച്ഛനും മകനും മാത്രമാണ് നഷ്ടമുണ്ടായതെന്നും അവർ കുറിച്ചു. മറ്റൊരാളുടെ മരണത്തിന് നമ്മൾ കാരണക്കാരാവാതിരിക്കുക എന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് ഭാഗ്യലക്ഷ്മി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ഒരാഴ്ച മുൻപ് വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച രഞ്ജീഷ് ചികിത്സയിലിരിക്കെ ബുധനാഴ്ചയാണ് മരിച്ചത്. രഞ്ജീഷിന്റെ മരണവാർത്ത ഉൾക്കൊള്ളാനാകാതെ വലിയ ദുഃഖത്തിലാണ് സുഹൃത്തുക്കളും നാട്ടുകാരും. രഞ്ജീഷിന്റെ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചുകൊണ്ട് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. കോഴിമലയിൽ മകനും മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു രഞ്ജീഷ് താമസിച്ചിരുന്നത്. 6 വർഷം മുൻപ് ഭാര്യ ജോലിക്കായി ഷാർജയിലേക്ക് പോയതിനെ തുടർന്ന് കോഴിമലയിലെ വീട്ടിൽ മകനും മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു ഇദ്ദേഹത്തിന്റെ താമസം. എന്നാൽ പിന്നീട് ഭാര്യ രഞ്ജീഷുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയും മറ്റൊരാളുമായി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തതായി കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നു. 1 മാസം മുൻപ് നാട്ടിലെത്തിയ ഭാര്യ മകനെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കട്ടപ്പന കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി ഉത്തരവ് ഭാര്യയ്ക്ക് അനുകൂലമായതോടെ അതുവരെ താൻ നെഞ്ചോട് ചേർത്ത് വളർത്തിയ മകനെ രഞ്ജീഷിന് വിട്ടു നൽകേണ്ടി വന്നു. തനിക്ക് ജീവനായിരുന്ന മകൻ കൈവിട്ടുപോയതിന്റെ മാനസിക വിഷമം താങ്ങാൻ രഞ്ജീഷിന് കഴിഞ്ഞിരുന്നില്ല എന്ന് സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. എന്തായാലും മകനു വേണ്ടി മാത്രം ജീവിച്ച ഒരു പിതാവിന്റെ വിയോഗം നാടിനെ ആകെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ്. തുടർന്ന് ഒരാഴ്ച മുൻപാണ് രഞ്ജീഷ് വിഷം കഴിച്ചത്. ഒരാഴ്ച മുമ്പാണ് രഞ്ജീഷ് വിഷം കഴിച്ചത്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ബുധനാഴ്ചയായിരുന്നു മരണം സംഭവിച്ചത്. രഞ്ജീഷിന്റെ മരണശേഷവും അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കുട്ടിയെ വിട്ടു നൽകാൻ അമ്മ വിസമ്മതിച്ചതായി നാട്ടുകാർ പറഞ്ഞു. ഒടുവിൽ ബന്ധുക്കൾ വീണ്ടും കോടതിയെ സമീപിച്ച ശേഷമാണ് അന്ത്യകർമ്മങ്ങൾക്കായി കുട്ടിയെ വീട്ടിലെത്തിക്കാനായത്. സോഷ്യൽ മീഡിയയിലും ഈ സംഭവം വൈറലാണ്. യുവാവിന്റെ മരണത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്.